നമുക്കിനി കേരളത്തിലെ വോട്ടെണ്ണൽ മാത്രമല്ല രാജ്യം കാത്തിരിക്കുന്ന ബംഗാളും തമിഴ്നാടുമൊക്കെ വളരെ പ്രധാനമാണ്. അസമിലൊക്കെ വിധി ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ടാണ്. പക്ഷേ ബംഗാളിലും ആസാമിലുമാണ്, ബംഗാളിലും തമിഴ്നാട്ടിലുമാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. ബംഗാളിൽ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസും BJPയും നേർക്കുനേർ പോർമുഖത്താണ്. വലിയ സംഘർഷങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അവിടെ സുരക്ഷാ വലയം ശക്തമായി തന്നെ കേന്ദ്രസേന ഒരുക്കിയിട്ടുണ്ട്. ഹാട്രിക് ജയം നേടിയ തൃണമൂൽ 4ാം ജയമാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ബംഗാളിൽ അട്ടിമറി എന്ന് 5ഓളം സർവേകൾ പ്രവചിച്ചിട്ടുണ്ട്. 200 സീറ്റ് അധികം നേടുമെന്നാണ് ഇന്നലെയും മമതാ ബാനർജി പങ്കുവച്ച ആത്മവിശ്വാസം. അതേസമയം തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെയും സമാനമായി തന്നെ വിജയിയുടെ ഒരു വരവ് പ്രധാനമാണ്. അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് AIDMKയുടെയും DMKയുടെയും ചങ്കെടുപ്പ് കൂട്ടുന്നത്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഏറെ നിർണായകമായ 2 സംസ്ഥാനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കും. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തീരുമാനിക്കും. BJPയുടെ പോരാട്ടത്തിൻ്റെ ഫലമുണ്ടാകുമോ എന്ന് മനസ്സിലാക്കും. അങ്ങനെ എന്താണ് ബംഗാളിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം? അതിൽ പ്രധാനമായും ഇപ്പോഴും വലിയ സംഘർഷങ്ങൾ ബംഗാളിൻ്റെ പല മേഖലകളിലുമുണ്ട്. നാളെയും സമാനമായി സംഭവിക്കുമെന്ന് കരുതണം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാവും ബംഗാളിൽ ഇക്കുറി. നാളത്തെ ജനവിധി അതിൽ നിർണായകവുമാണ്. കാരണം ചരിത്രത്തിലില്ലാത്ത വിധമുള്ള വീറും വാശിയുമായിരുന്നു ഇക്കുറി ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസും മറുവശത്ത് BJPയും വീറും വാശിയുമോടെ പ്രചരണം മുതൽ ഏറ്റവും ഒടുവിൽ നാളെ വോട്ടെണ്ണുമ്പോൾ അതിൻ്റെ തലേ ദിവസവും പരസ്പരം പോർമുഖം തുറന്ന ഇരു പാർട്ടികളും അവിടെ രംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പോളിംഗിന് ശേഷവും സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്ന ഒരു പ്രദേശം എന്ന നിലയിൽ കൂടി ബംഗാളിൻ്റെ ജനവിധി നാളെ ഏറെ ശ്രദ്ധേയമാണ്. ബംഗാളിലേക്ക് വന്നാൽ രഞ്ജിത്ത്, ആകെ 294 സീറ്റുകൾ, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 148 സീറ്റുകൾ. നമുക്കറിയാം, എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പലതും ഇക്കുറി അട്ടിമറി പ്രവചിക്കുന്നു എന്നതാണ് ബംഗാൾ രാഷ്ട്രീയത്തെ ഇത്തവണ ഏറെ സങ്കീർണമാക്കുന്നത്. കാരണം 15 വർഷമായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസാണ് ബംഗാളിൽ അധികാരത്തിൽ. 2021 215 സീറ്റോടെയാണ് മമത അധികാരത്തിൽ എത്തിയത്. അവിടെ BJP 77 സീറ്റ് നേടി. അതിന് തൊട്ടു മുൻപുള്ള 2 തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യത്തിൽ നിന്ന് തികച്ച് വിഭിന്നമായിരുന്നു 2021. അതാണ് ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയും. ഓരോ തെരഞ്ഞെടുപ്പിലും BJP അവരുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇക്കുറി കഴിഞ്ഞ ദിവസം അടക്കം ബംഗാളിലെ നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന് പരാജയഭീതിയാണെന്നും ബംഗാളിൽ BJP അട്ടിമറി വിജയം ഉറപ്പാക്കുന്നു എന്ന തരത്തിലാണ് നേതാക്കളുടെ പ്രവചനം. മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസവും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഉയർന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ ദിവസം കൗണ്ടിംഗ് ഏജന്റുമാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുത്തു. ഈ യോഗത്തിലാണ് മമത കൗണ്ടിംഗ് ഏജന്റുമാരോട് വ്യക്തമാക്കിയത് 200 സീറ്റിലധികം നേടി വിജയിക്കും, ആത്മവിശ്വാസം കൈവിടരുത്, കൗണ്ടിംഗ് കേന്ദ്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് ഉടനടി നേതൃത്വത്തെ അറിയിക്കണം എന്നതടക്കം അവർക്ക് പ്രത്യേക പരിശീലന പരിപാടി അടക്കം നൽകിയ ശേഷമാണ് ഇത്തവണ കൗണ്ടിംഗ് സെൻറ്ററിലേക്ക് അയക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ബംഗാളിനെ സംബന്ധിച്ച്. അങ്ങനെ വീറും വാശിയും പ്രചരണഘട്ടം മുതൽ ഏറ്റവും ഒടുവിൽ നാളെ വോട്ടെണ്ണും വരെയും അവിടെ പ്രകടനമാണ്. മാത്രമല്ല, പതിവിൽ നിന്ന് വ്യത്യസ്തമായി പല ഘടകങ്ങളുമുണ്ട് ഇക്കുറി ബംഗാൾ തെരഞ്ഞെടുപ്പിലെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ. അതിൽ ഏറ്റവും പ്രധാനം വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം അത് എങ്ങനെ പ്രതിഫലിക്കും? റെക്കോർഡ് പോളിംഗ് ആണ് ബംഗാളിൽ ഇക്കുറി നടന്നത്. 2 ഘട്ടങ്ങളിലും 90% മുകളിലേക്ക് പോളിംഗ് എത്തി. ആ പോളിംഗ് ആർക്ക് അനുകൂലമാകും? മാത്രമല്ല, സജീവ ചർച്ചയായത് ബ്രാൻഡ് മമതയും മറുവശത്ത് ബ്രാൻഡ് മോഡിയും. അങ്ങനെ ഒരു വശത്ത് ദേശീയത സജീവ ചർച്ചയായപ്പോൾ മറുവശത്ത് ബംഗ്ലാ അവരുടെ വികാരം ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് മറുവശത്ത് നടന്നത്. ഇതെല്ലാം എങ്ങനെയാണ് ജനവിധിയിൽ പ്രതിഫലിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫാൽത്ത മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ അർദ്ധരാത്രിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാൽത്തയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മെയ് 21 അവിടെ റീപോളിംഗ് നടക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് വരെയായിരിക്കും അവിടെ പോളിംഗ്. മെയ് 24 അവിടെ വോട്ടെണ്ണൽ. അപ്പോൾ ഒരു മണ്ഡലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ജനവിധി നാളെ അറിയാം. ഇന്നലെയായിരുന്നു 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നത്. 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയായിരുന്നു റീപോളിംഗിലും. സൗത്ത് 24 പർഗനാസിലെ റീപോളിംഗിലും ജനങ്ങളുടെ പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം അത് 90% മുകളിലേക്ക് അവിടെയും എത്തി എന്നതാണ്
തീർച്ചയായും രണ്ടാം ഘട്ടത്തിലും ഒന്നാം ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായത് ബംഗാളിലെ ജനമനസ് എന്താണ് എന്നതിൻ്റെ സൂചനയായി രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കാണുന്നുണ്ട്, BJPയും തൃണമൂൽ കോൺഗ്രസും. പക്ഷേ അത് അറിയണമെങ്കിൽ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രം ബാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.